ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. അരുൺ വാസുദേവാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു 3 വർഷമായി, ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യമായ നേട്ടമൊന്നുമില്ല. തുടർന്നാലും ഇനി സ്ഥിതി മെച്ചപ്പെടുമെന്ന് തോന്നുന്നതുമില്ല. നല്ലൊരു ജോലി ഇനി എന്നത്തേക്ക് ലഭിക്കും? നല്ല ജോലി ലഭിച്ചിട്ട് വിവാഹം കഴിക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നതെന്നാണ് അരുൺ പറഞ്ഞിരിക്കുന്നത്. അതെ, നല്ലൊരു ജോലി എന്നത്തേക്ക് ലഭിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടിയിട്ട് വിവാഹം നടത്തണം. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം അതാണ്. സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികപരമായി നല്ലൊരു സെറ്റപ്പ് ആയതിനു ശേഷം വിവാഹമൊക്കെ കഴിച്ചെങ്കിലേ അതിന് കൂടുതൽ അംഗീകാരമുള്ളൂ, ആ ജീവിതം സക്സസ് ആവുകയുള്ളൂ. കോമണായിട്ട് ചിന്തിക്കുമ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കും. അതിനകത്ത് തെറ്റ് പറയാനൊക്കെയല്ല. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കുന്നുണ്ടോ? ഇല്ല. ചിലരുടെ ഭാഗ്യബന്ധു ജനിച്ച ലഗ്നത്തിലായിരിക്കും, ചിലർക്ക് 2ാം ഭാവത്തിലും 3ാം ഭാവത്തിലും ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അരുൺ വാസുദേവന് 7ാമത്തെ രാശി ഭാഗ്യബന്ധു കാണുന്നുണ്ട്. തൂമയാർന്ന ഗ്രഹപുഷ്ടിയൊത്തോടെ ഭാഗ്യരാശി തെളിയുന്നു സപ്തമം. അതായത് ഭാഗ്യരാശി സപ്തമത്തിൽ തെളിയുന്നു. സപ്തമം എന്ന് വെച്ചാൽ വിവാഹം. മേനിയും നല്ലൊരാഴവും ഒത്തു സമ്മേളിച്ചാകിലോ മംഗള സൂചകം. നല്ല രശ്മിബലത്തോടു കൂടി ആ 7ാം ഭാവത്തിൽ ഗ്രഹം നിൽക്കുന്നു എന്നാണ്, ശുഭഗ്രഹം. മംഗളസൂചകം, അത് സർവമംഗളത്തെയും സൂചിപ്പിക്കുന്നതാണ് നിവൃത്തി സ്ഥാനത്ത്. ആ കാലം മുതൽ തൂമയാർന്ന ഗ്രഹപുഷ്ടിയോടുകൂടി രശ്മീബലത്തോടുകൂടി സപ്തമത്തിൽ ഗ്രഹം നിൽക്കുന്ന കാലം മംഗളകാലം, മംഗല്യകാലം. മംഗല്യം ലഭിച്ചീട് മറിഞ്ഞുകൊള്ളുക, അതായത് ആ സമയത്ത് വിവാഹം നടക്കേണ്ട സമയമാണ്. അങ്ങനെ വിവാഹത്തോടുകൂടി ഏറ്റവും അതിനെ കൂടുതൽ ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നത്, സപ്തമസ്ഥാനത്ത് ശുഭഗ്രഹങ്ങൾ രശ്മിബലത്തോടെ നിൽക്കുന്ന പുരുഷന്മാർക്ക് ഉന്നതകുലജാതയാം ബാലിയെ വേൾക്കുവാനിട ആയിടും ആശ പോൽ. ഉന്നത കുലത്തിൽ ജനിച്ച ബാലികയെ വേൾക്കുവാനിടയായിടും ആശ പോൽ. വേൾക്കുക എന്ന് വെച്ചാൽ വിവാഹം നടത്തുക, മാരികൾ. 30 വയസ്സയാൾക്കെന്നഹോ സൽപദവിയുമാർന്നിടും നിശ്ചയം. 30ാമത്തെ വയസ്സിൽ ആ മംഗല്യഭാഗ്യം ഉണ്ടാവും, തുടർന്ന് ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പം ഏതെങ്കിലും ഒരു നല്ല ഉന്നതകുല ജാതയെ സ്നേഹിക്കുവാനും വിവാഹം കഴിക്കുവാനും ഇടയാവുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു ലവ് മാരേജിൻ്റെ സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് ജോലിയോ അത് ശമ്പളമൊന്നും അല്ല പ്രശ്നം. അതേ തുടർന്ന് ആ കുടുംബത്തിൽ ചിലപ്പം ബിസിനസ്സുകാരായിട്ടുള്ള കുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫോറിൻകാരായിട്ടുള്ള കുടുംബമായിരിക്കും. അരുൺ വാസുദേവനെ ബിസിനസ്സുകളൊക്കെ ഏൽപ്പിക്കാനും ആ ബിസിനസ്സുകളൊക്കെ നടത്തിയെടുക്കാനും നല്ല രീതിയിൽ ജീവിതം സെറ്റപ്പ് ആവാനും വസ്തു ഗ്രഹ വാഹന കനക വേഷ ഭൂഷണാദികൾ നിത്യസമ്പാദ്യാദി യോഗം ഫലം. പ്രോപ്പർട്ടി, ഫ്ലാറ്റ്, വാഹനം, ജീവിത സന്നാഹം, സമ്പാദ്യം ഇത്യാദികൾ ഭാര്യ വഴി, വിവാഹം വഴി വിജയിക്കണം എന്നാണ് ജാതകത്തിൽ കാണുന്നത്. അപ്പം എനിക്കിന് നല്ല ജോലി കിട്ടി 4 അക്ക ശമ്പളം ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 30-ൽ ഏതെങ്കിലും യുവതിയെ കണ്ടുമുട്ടി അത് പ്രേമാഭ്യർത്ഥനയും ഒക്കെയായി അവരിൽ നിന്ന് തന്നെ കല്യാണാലോചനകൾ വരും. അപ്പം അരുണ് വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഭാഗ്യവാനാകുകയാണ് വിവാഹത്തോടെ. സുന്ദരിയും സുശീലിയും സൗഭാഗ്യവതിയുമായ യുവതി ഒരുവളിൽ പ്രേമാനുരക്തനായിരിക്കുന്നതാണ്. അപ്പോൾ അതിന് പ്രേമം ഉണ്ടാകുകയും അത് വിവാഹത്തിൽ കലാശിക്കുകയും, എനിക്കിനി വേറെ ആളെ ഒന്നും നോക്കണ്ട അച്ഛാ അല്ലേ അമ്മേ, അരുണ് മതി, പഠിത്തമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ബിസിനസ്സൊക്കെ നോക്കി ഒരാൾ വേണ്ടേ, അരുൺ രക്ഷപ്പെട്ടു. ഭാഗ്യം തേടി വരികയാണ് വിവാഹത്തിലൂടെ, സ്ത്രീയിലൂടെ. അപ്പോൾ അങ്ങനെ സപ്തമത്തിൽ ഭാഗ്യബന്ധുവുള്ളവർ വിവാഹത്താലെ വിത്തം ലഭിച്ചിട് മറിഞ്ഞു കൊടുക്കുക. വിത്തം എന്ന് പറഞ്ഞാൽ ഡൗറി, സ്ത്രീധനം എന്നല്ല അർത്ഥം. ആ വരുന്ന സ്ത്രീയുടെ ഐശ്വര്യം കൊണ്ട് ജീവിതം സമ്പുഷ്ടമാകുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെയുള്ളവർക്ക്
സാധാരണ നിലയിൽ അവരുടെ വലത് കൈയുടെ വ്യാഴമണ്ഡല കാലത്ത് വ്യാഴമണ്ഡല സ്ഥിതി ചെയ്യുന്ന ചൂണ്ടുവിരലിന് താഴെയുള്ളിടത്ത് കുരിശിൻ രേഖ കാണും. വ്യാഴമണ്ഡല മധ്യത്തിൽ കുരിശിൻ രേഖ വരുകിൽ ധന്യസ്ത്രീ ഭാര്യയായി വരുമെന്നാണ് അന്ന് അങ്ങനെയാണ് കെ.ഒ. മഹാൻ പറയുന്നത്. ഒട്ടുമുക്കാലും അന്വേഷണത്തിൽ അങ്ങനെ കണ്ടുവരുന്നു. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാര്യ വരുന്ന സമയത്ത് വ്യാഴമണ്ഡലത്തിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതും സത്യമാണ്. അപ്പോൾ എന്തായിരുന്നാലും വ്യാഴമണ്ഡലത്തിൽ കുരിശൊന്നും ഇല്ലെങ്കിലും ശരി, ഇദ്ദേഹത്തിന് വിവാഹത്താലെ ജീവിതം സമ്പുഷ്ടമാകും എന്നർത്ഥം. അങ്ങനെ സമ്പുഷ്ടമായി കഴിയുമ്പോൾ വീണ്ടും ദേവാമത്തെ മറക്കരുത്. ദേവാമതത്തിലോട്ട് വീണ്ടും കത്തെഴുതുക.